വെൽക്കം ടു മൂവി ബ്രാൻഡ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് അന്തിമഘട്ടത്തിലേക്ക് കടക്കവേ പൾസർ സുനി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8ാം പ്രതിയും നടനുമായ ദിലീപിന് കനത്ത തിരിച്ചടി ആയേക്കാവുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് 1ാം പ്രതി പൾസർ സുനി. നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തുന്നത്. ഒരു TV ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് സുനിയുടെ വെളിപ്പെടുത്തൽ. ഈ വേളയിൽ പൾസർ സുനിയുടെ ആരോപണങ്ങളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ യാതൊരു ചലനവും കേസിൽ ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നും വിധി വരാനിരിക്കെ ദിലീപിനെ കൊടുക്കാനുള്ള പൾസർ സുനിയുടെ നാടകമാണിതെന്നുമാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. കേസിൽ ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ലെന്നിരിക്കെ ദിലീപിനെ എതിർക്കുന്നവരും പൾസർ സുനിയും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ തവണ കേട്ടത് ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ്. ആ കേസ് ഇതുവരെ പുരോഗമിച്ചിട്ടില്ല. 2014-15 വർഷമാണ് മഞ്ജു വാര്യരും ദിലീപും വേർപിരിയുന്നത്. അതിൽ പ്രതികാരം ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷമാണോ? 2014 ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. 2018 മഹാലക്ഷ്മി ഉണ്ടായി. ഇതൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് ദിലീപ് അതിജീവിതയോട് പ്രതികാരം ചെയ്തത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? 80 ലക്ഷം രൂപ ദിലീപ് തനിക്ക് നൽകിയെന്നാണ് പൾസർ സുനി പറയുന്നത്. അത് കണ്ടെടുക്കാതെയോ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെയോ എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്? 1 രൂപയെങ്കിലും കൊടുത്തു എന്ന് തെളിയിക്കട്ടെ. ഈ കേസ് തീരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിജീവിതയോടുള്ള സോഫ്റ്റ് വികാരം മുതലെടുത്ത് ദിലീപിനെ കരിവാരി തേക്കുന്നത് മറ്റുള്ളവരാണ്. റോഷി പാലിനെ പോലും പൾസർ സുനി തെറ്റിദ്ധരിപ്പിച്ചതാകാം. താൻ എന്തായാലും ഈ കേസിൽ അകത്തു പോകുമെന്ന് പൾസർ സുനിക്ക് അറിയാം. അപ്പോൾ ദിലീപിനെയും കൂടി എങ്ങനെയെങ്കിലും അകത്താക്കാൻ കേസ് ഡയലൂട്ട് ചെയ്യുകയാണെന്ന് ധരിച്ചൂടെ? 2017 ഫെബ്രുവരി 17 തന്നെ താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അതിജീവിതയോട് പൾസർ സുനി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. സംഭവത്തിന് 2 ദിവസത്തിന് ശേഷമാണ് മഞ്ജു വാര്യർ ഈ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് പറയുന്നത്. എന്നാൽ അടുത്ത ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഗൂഢാലോചന ഇല്ലെന്നാണ്. ഇതെല്ലാം കഴിഞ്ഞ് ജൂലൈയിലാണ് ദിലീപ് അറസ്റ്റിലാകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ദിലീപിനെതിരെ എല്ലാം അറിഞ്ഞിട്ടും അതിജീവിതം മറച്ചുവെച്ചതാണോ? ഇനി ദിലീപിന് വേണ്ടിയാണോ ചെയ്യുന്നതെന്നും പറഞ്ഞില്ലയോ എന്ന് അറിയില്ല. ഇനി ഒറ്റ കാര്യം അറിയേണ്ടത് 80 ലക്ഷം രൂപ എങ്ങനെ കൊടുത്തു എന്നതാണ്. എവിടെ വെച്ച് ആര് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊക്കെ അറിയണം. 1 രൂപയെങ്കിലും കൊടുത്തു എന്ന് തെളിയിക്കാനായാൽ കേസ് മാറിയെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. വെളിപ്പെടുത്തലിനിടെ രാഹുൽ ഈശ്വറിനെതിരെയും സുനി രംഗത്തെത്തിയിരുന്നു. അയാളെ താൻ നോക്കി വെച്ചിട്ടുണ്ടെന്നായിരുന്നു സുനി പറഞ്ഞത്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പരിഹാസത്തോടെയായിരുന്നു രാഹുലിന്റെ മറുപടി. പൾസർ സുനി, നീ എന്നെ ഒലത്തും, നിന്റെ അപ്പുറത്തെ ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ചാരക്കേസ് പോലെ പോലീസ് ദിലീപിനെതിരെ പൾസർ സുനിക്കൊപ്പം എന്ന് പറയുന്ന ഫോട്ടോ അടക്കം വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. കേസിൽ ഇന്നല്ലെങ്കിൽ നാളെ വിധി വരും. കൂടിപ്പോയാൽ 2-3 മാസം ദിലീപിനെതിരെ ഇദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തു എന്നതിന് കടുകുമണിയോളം പോലും തെളിവില്ല. പക്ഷേ ദിലീപിനെ ഇത്രയും കാലമായി വേട്ടയാടുന്നു. അപ്പോൾ ഒന്നുമില്ലാതെ പോലീസ് അങ്ങനെയൊക്കെ പറയുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരും. ചില ആളുകൾക്കെങ്കിലും സംശയം തോന്നും, തീയില്ലാതെ പുകയുണ്ടാകുമോ? 86 ദിവസം ജയിലിൽ കിടന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്ത് കാണും, ഇപ്പോൾ മറച്ചു വെക്കുന്നതായിരിക്കുമെന്ന്. ഒരു കുറ്റവും ചെയ്യാതെയാണ് നമ്പി നാരായണൻ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാൾ 50 ദിവസം ജയിലിൽ കിടന്നത്. മാലിദ്വീപിൽ നിന്ന് വന്ന 2 സ്ത്രീകളിൽ ഒരാളായ മറിയം റഷീദയോട് അന്നത്തെ ഒരു CIക്ക് ലൈംഗികമായ താല്പര്യം തോന്നി. 2-3 തവണ അവരെ സമീപിച്ചു. അവർ പറ്റില്ലെന്ന് പറഞ്ഞു. ഇവരോടുള്ള ദേഷ്യം തീർക്കാൻ ബാക്കി കഥകളൊക്കെ വെച്ച് ഇയാൾ ഒരു കഥയുണ്ടാക്കി. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, CBIയുടെ കുറ്റപത്രമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചാരക്കേസായി മാറിയത് ഈ സ്ത്രീയോട് തോന്നിയ ലൈംഗിക താല്പര്യം നടക്കാതെ പോയപ്പോൾ പോലീസുകാരനുണ്ടാക്കിയ കഥയോട് കൂടിയാണ്. പോലീസുകാരോട് താൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് കഥ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ പോലീസിൽ നിൽക്കരുത്, സിനിമാ രംഗത്തേക്ക് വരണമെന്ന്. 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് FIR ഇട്ടു. എന്തേ ഇപ്പോൾ അത് അന്വേഷിക്കണ്ടേ? ആ കേസിൽ എന്തെങ്കിലും വിവരങ്ങൾ വന്നത് കണ്ടിട്ടുണ്ടോ? 86 ദിവസം എന്തിനാണ് ദിലീപ് ജയിലിൽ കിടന്നത്? പുള്ളിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. ദിലീപിന്റെ കേസ് നീണ്ടുപോകുന്നത് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ പ്രശ്നം കാരണമാണ്. റൺ ബേബി റൺ എന്ന സിനിമയിലേതുപോലെയാണ് സംഭവിക്കുന്നത്. കോടതിയിൽ തെളിവുണ്ടത്രേ. ദിലീപ് പൾസർ സുനിയെ കണ്ടിട്ടുണ്ടത്രേ. ഞങ്ങൾക്ക് അന്വേഷിക്കണം എന്നൊക്കെ പോലീസ് പറയും. അപ്പോൾ അന്വേഷിക്കരുതെന്ന് കോടതിക്ക് പറയാൻ സാധിക്കുമോ? 2 ആഴ്ച കഴിഞ്ഞ് വരൂ എന്ന് കോടതി പറയും. വരുമ്പോൾ പോലീസ് പറയും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. വീണ്ടും 2 ആഴ്ച കൂടി, അത് കഴിഞ്ഞ് കോടതി അവധിയായിരിക്കും. ഇങ്ങനെയാണ് ആ മനുഷ്യൻ 86 ദിവസം ജയിലിൽ കിടന്നത്. ദിലീപിനും കാവ്യയ്ക്കും മീനാക്ഷിക്കും ഉണ്ടായ മാനസിക വേദന എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? എഴുതി വെച്ചോളൂ, ദിലീപ് നിരപരാധിയാണ്. ദിലീപ് അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരും. ദിലീപും അതിജീവിതയും നല്ല സുഹൃത്തുക്കളായിരുന്നു. അതൊക്കെ പിന്നീട് മാറി. മഞ്ജു വാര്യരും ദിലീപും പിരിഞ്ഞു. കാവ്യയും ദിലീപും വിവാഹം കഴിച്ചു. എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടാകണം. എന്തിനാണ് ദിലീപ് ഈ അതിജീവിതയെ കൊടുക്കുന്നത്?
പോലീസ് പറയുന്നത് ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള വിവാഹം തകരാനും പിന്നീട് ദിലീപ് കാവ്യ വിവാഹം കഴിക്കാനുമുള്ള കാരണം ഈ അതിജീവിതയാണെന്നാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിനാണ് കാവ്യയെ കൊടുക്കുന്നത്? എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? കാവ്യയാണ്, കാവ്യയുടെ അമ്മയാണ് കുടിക്കത് എന്നൊക്കെ ആൾക്കാർക്ക് കഥയുണ്ടാക്കാൻ ഒരു മടിയുമില്ല. പോലീസുകാർ മനഃപൂർവ്വം കഥയുണ്ടാക്കിയതാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. കാവ്യ മാധവനാണ് മാഡം എന്ന് പറഞ്ഞുകൊണ്ട് 3-4 ദിവസം ഇവിടുത്തെ ഏറ്റവും പ്രമുഖ ചാനലുകൾ ചർച്ച നടത്തി. അവർ സ്ഥിരീകരിച്ചില്ലെങ്കിലും കാവ്യ മാധവനാണോ എന്ന് ചോദിച്ച് ചർച്ച നടത്തിയാൽ മതിയല്ലോ. കാവ്യ മാധവന്റെ അമ്മയാണോ മാഡം എന്നും ചോദ്യം ചിഹ്നമിട്ടു. കേൾക്കുന്നവരെ സംബന്ധിച്ച് കാവ്യ മാധവനാണ് മാഡം, ഇതുണ്ടത്രേ ടെക്നിക്കാണ്. ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ മാനനഷ്ട കേസ് കൊടുക്കാൻ സാധിക്കില്ലല്ലോ. കാവ്യ മാധവൻ ഉണ്ടത്രേ എന്ന് പറഞ്ഞതിന് കേസ് കൊടുത്താലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെന്ന് മാധ്യമങ്ങൾക്ക് പറയാം. കാവ്യ മാധവനാണ് മാഡം, കാവ്യ മാധവന്റെ അമ്മയാണ് മാഡം എന്നതും പോയിട്ട് വേങ്ങരയിലെ മുസ്ലിം ലീഗ് നേതാവിന് 50 ലക്ഷം കൊടുക്കാൻ പോയി, ഗോൾസിനുമായി ബന്ധം, ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ എവിടെ പോയെന്നും ഇദ്ദേഹം ചോദിക്കുന്നു. 1-2 ടോക്സ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറെ ഓഡിയോകൾ പുറത്തു വന്നല്ലോ, എല്ലാം ഞാൻ കേട്ടു. അവിടെയും ഇവിടെയും കട്ട് ചെയ്ത വീഡിയോയിൽ പിന്നെ എന്താണ് ഉണ്ടാകുക? അതൊക്കെ ദിലീപിന്റെ തന്നെ ഓഡിയോ ആയാൽ എന്താണ് പ്രശ്നം? ആ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം വേണ്ടേ? ഇവനെയൊക്കെ കൊണ്ട് സഹി കെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്നാണോ? ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ കൊടുത്ത ഓഡിയോ ക്ലിപ്പിന്റെ ദൈർഘ്യം 40 സെക്കൻഡാണ്. എന്നാൽ ദിലീപ് ബാലചന്ദ്രകുമാറിന്റെ ക്ലിപ്പ് കൊടുത്തു, അതിന്റെ ദൈർഘ്യം 2 മിനിറ്റും 40 സെക്കൻഡും എന്ന് പറഞ്ഞാൽ ഫുൾ കൊടുത്തു. ബാലചന്ദ്രകുമാർ ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടത് കട്ട് ചെയ്തെടുത്തു പുറത്തുവിട്ട് ഒരു നെഗറ്റീവ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. വളരെ വിദഗ്ധമായി ദിലീപിനെ കരിവാരി തേക്കാൻ ശ്രമിച്ചു. ഈ കേസിലെ അതിജീവിതയോട് എനിക്ക് വലിയ ബഹുമാനമാണെന്നാൽ അവർ ഓർക്കേണ്ടത് ദിലീപ് കാരണം സിനിമയിൽ ഏറ്റവും മികച്ച റോള് കിട്ടിയ വ്യക്തിയാണ് ഞാനെന്നാണ്. നിർഭാഗ്യവശാൽ അവർക്ക് ഇടയിൽ ഒരു വിടവുണ്ടായി. അതിനെ ചില ആളുകൾ ദുരുപയോഗം ചെയ്ത് ദിലീപിനെതിരെ തന്നെ തിരിച്ചതാണോ എന്ന് ആ കലാകാരി കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു.